സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും നല്ല ഭാര്യ എന്ന് പറഞ്ഞ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വന്തം ഭർത്താവിന് സമാധാനം കൊടുക്കുന്ന പെണ്ണ. 3 കാര്യമാണ് ഏറ്റവും നല്ല പെണ്ണ്. ഒന്ന്, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വന്തം ഭർത്താവ് അവളിലേക്ക് നോക്കുമ്പോഴേക്ക് സന്തോഷം കൊടുക്കുന്നവളാണ്. ഇദാ നളറ ഇലൈഹ, ഭർത്താവ് അവളെ കാണുമ്പോഴേക്ക് ഭർത്താവിനൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യണം, സന്തോഷം ഫീൽ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ ഭംഗി കൊണ്ട്, നമ്മുടെ എക്സ്റ്റേണൽ മോഡിഫിക്കേഷൻ കൊണ്ട് കാലാകാലം ഒരാൾക്ക് ആസ്വദിക്കാനോ ഇഷ്ടപ്പെടാനോ സാധ്യമല്ല. നമ്മുടെ സ്വഭാവ മഹിമ കൊണ്ട്, അതായത് ഭർത്താവിനൊരു ഇഷ്യൂസ് വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോഴേക്ക് ഏറ്റവും വലിയ പിന്തുണയായി കരുത്തായി കൂടെ നിൽക്കേണ്ടവൾ നാട്ടുകാരോ കുടുംബക്കാരോ കൂട്ടുകാരോ മക്കളോ അല്ല, അയാളുടെ ഭാര്യയാവണം. ആകെ മെന്റലി ഡ്രോപ്പായി നിൽക്കുന്ന സമയത്ത് ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടവൾ അത് ഭാര്യയായിരിക്കണം. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ സ്വന്തം ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന പെണ്ണുങ്ങളാണോ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾക്ക് അത്രക്ക് പ്രിയപ്പെട്ടവരായിരിക്കും. നിങ്ങളെ കാണുന്നത് തന്നെ അവർക്ക് സന്തോഷമായിരിക്കും. നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു മെന്റൽ അവസ്ഥയിലേക്ക് അവരെത്തും. മനസ്സമാധാനത്തോട് ഒരു പ്രതിസന്ധി കാലത്ത് കൂടെ നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം. റസൂലിന്റെ പൊന്നോമന മകളെ 3 പേരും കൂടി മറക്കുള്ള കൊണ്ടുപോയിട്ട് ഫാത്തിമാനെ മയ്യത്ത് കുളിപ്പിക്കുക. അതൊരു ബന്ധ. അവസാനം കുളിപ്പിച്ച് പുറത്തു കൊണ്ടുവച്ച് 5 വള്ളത്തുണി പൊതിഞ്ഞ് മദീനത്തെ പള്ളി കൊണ്ടുവച്ച് നിസ്കരിച്ച് പടച്ചോന്റെ മണ്ണിലേക്ക് ഇങ്ങനെ 6 അടി മണ്ണിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുമ്പോ അലി കണ്ണ് നിറഞ്ഞിട്ട് പറയുന്നുണ്ട്, റബ്ബേ, എനിക്ക് തന്ന മണവാട്ടിയെ ഞാൻ എനിക്ക് തിരിച്ചു തരികയാണ് കേട്ടോ റബ്ബേ. അവസാനം മണ്ണിട്ട് തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുന്നതുവരെ അലി കരയൂല. പക്ഷെ അവസാന സെക്കൻഡിൽ അലി ഇബ്നു അബീ ത്വാലിബ് കരഞ്ഞോടുന്ന സഹാബാക്കൾ ബാക്കിലോടും. മദീന പള്ളിയുടെ 1ാമത്തെ സഫിലിരുന്ന് ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുന്ന, പടച്ചോനെ, നീ ഫാത്തിമാനെ കൊണ്ടുപോയി, ഞാനത് അംഗീകരിച്ചിട്ടുണ്ട് റബ്ബേ, നാളെ ഞാനും പോവേണ്ടവനാണ്. പക്ഷേ അലിയെ ഒറ്റക്കാക്കി ഫാത്തിമാനെങ്ങി കൊണ്ടുപോയത് എനിക്ക് സഹിക്കുന്നില്ല റബ്ബേ. എന്നിട്ട് പറയുന്നുണ്ട്, ഫാത്തിമ, നീ ഇല്ലാത്ത ദുനിയാവ് എന്തൊരു വേദനയാണ് ഫാത്തിമ. ഇതൊക്കെ പടച്ചോൻ കൽബിലിട്ടിരുന്നൊരു കുളത്താണ്. അത് പടച്ചോൻ എനിക്കും കുളത്തി തന്നിട്ടുണ്ട്. അത് നമ്മളെ തുണ ഓളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു നോക്കി, ആ കുളത്ത് പടച്ചോൻ കട്ടിയാക്കി തരും.